അല്ലെ? അതെ, IFFK തന്നെ. ഡിസംബർ 13 തുടങ്ങി ഡിസംബർ 20 അവസാനിക്കുകയായിരുന്നു. ഈ രാജ്യാന്തരമേളയിൽ 14 ചലച്ചിത്രങ്ങളാണ് മത്സരവേദിയിൽ ഉണ്ടായിരുന്നത്. ആദ്യം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സിനിമാ ആസ്വാദകർക്കും നമ്മുടെ IFFKനെ ഇത്രയും വൻ വിജയമാക്കി മാറ്റിയതിനായി ആദരപൂർവ്വം സുസ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ ചടങ്ങിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നവകേരള ശില്പിയും ആധുനിക കേരളത്തിൻ്റെ പടനായകനുമായ ശ്രീ പിണറായി വിജയൻ അവർകൾ ഏറെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Our beloved Chief Minister, who is an unparalleled leader in the frontiers of developing Kerala, we welcome you to this august occasion, sir. സഹോദരി സഹോദരന്മാരെ, 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള കൂടുതൽ ശ്രദ്ധേയമായി. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത് ഹോങ്കോങ് സംവിധായികയായ ആൻ ഹുയിയും ഇന്ത്യൻ അഭിനേത്രിയായ ശബാന ആസ്മിയും. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം പായൽ കപാടികൾക്കാണ് ലഭിച്ചത്. ആകെ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ 40-ൽ പരം ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേതായി. മേളയുടെ സിഗ്നേച്ചർ ഫിലിമിലൂടെ ആദരിക്കപ്പെട്ടത് മലയാളത്തിലെ ആദ്യ നായികയായ PK റോസിയാണ്. സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ മേളയെ വലിയ ഹിറ്റാക്കി മാറ്റിയത് ചലച്ചിത്ര ആസ്വാദകരുടെ അഭൂതപൂർവമായ പങ്കാളിത്തവും നിർലോഭമായ സഹകരണവും. നിങ്ങൾ ഓരോരുത്തരോടും സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ചലച്ചിത്രങ്ങളുമായി വന്ന് മേളയെ സമ്പന്നമാക്കിയ എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും അഭിനന്ദിക്കട്ടെ. മേളയുടെ ഭാഗമായുള്ള പുരസ്കാരങ്ങൾക്ക് അർഹരായ ഏവരെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ മേളയിൽ നിന്നും ലഭിച്ച അംഗീകാരങ്ങളും സ്വീകാര്യതയും കൂടുതൽ മികവുറ്റ ചിത്രങ്ങളുമായി വീണ്ടും വരാൻ നിങ്ങൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും അവകാശങ്ങളോടൊപ്പമാണ് ഈ ചലച്ചിത്രമേള നിലകൊണ്ടത് എന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽ തന്നെ ഇത് വ്യക്തമാണ്.
ഭരണ സംവിധാനത്തിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായ സംവിധായകരുടെ ചിത്രങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നു. ജാഫർ പനേഹി തിരക്കഥയൊരുക്കിയ ദ വിറ്റ്നസ് എന്ന ചിത്രം ആ നിലയിലുള്ളതാണ്. വനിതകളുടെ അവകാശ പോരാട്ടങ്ങൾ പ്രമേയമാക്കിയ സീഡ്സ് ഓഫ് എ സേക്രഡ് ഫിഗ് പോലെയുള്ള ചിത്രങ്ങൾ ഈ മേളയിലുണ്ട്. ക്യൂർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച യങ് ഹാർട്സ്, എമീലിയ പെരേസ് എന്നീ ചിത്രങ്ങൾ മേളയിലെ ശ്രദ്ധേയമായ ചിത്രങ്ങളായി. പാരിസ്ഥിതിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച വില്ലേജ് റോക്ക് സ്റ്റാർസ് 2 പോലെയുള്ള ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നു. മൂന്നാം ലോക രാജ്യങ്ങളിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വൈയക്തിക വിഷയങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഈ മേളയിലൂടെ കഴിഞ്ഞുവെന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മേളയിലെ ഒട്ടുമിക്ക ചിത്രങ്ങളും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നത് മേളയുടെ ജനപങ്കാളിത്തത്തിൻ്റെ തെളിവാണ്. മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളെയും മനുഷ്യർ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളായ നിരവധി ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. അത് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള പുതുതലമുറക്ക് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരാനുള്ള വലിയ പ്രചോദനമായി തീരുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ഈ മേള വലിയ വിജയമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സിനിമയിൽ അഭിനയിക്കുകയും സിനിമ നിർമ്മിക്കുകയും സിനിമ എഴുതുകയും മാത്രമല്ല, സിനിമ കാണുകയും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന തിരിച്ചറിവുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളമായിട്ടുള്ള മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം സമ്പന്നമായ രാപ്പകലുകൾ എത്തിച്ചേർന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. സ്ത്രീപക്ഷ സിനിമകളായിരുന്നു 29ാമത് ചലച്ചിത്രമേളയിൽ പ്രാധാന്യം നൽകിയത്. മലയാള ഭാഷയിൽ തന്നെ ധാരാളം സ്ത്രീപക്ഷ സിനിമകൾ ഈ വേദിയിൽ കാണികൾക്ക് മുന്നിൽ എത്തിയിരുന്നു. The film is a testament to Payal's central concerns about the marginalized. Her docu-feature, A Night of Knowing Nothing, born out of the 139-day student protest at the Film and Television Institute of India, Pune, won the Golden Eye Award for the Best Documentary at the 2021 Cannes Film Festival in the Director's Fortnight section. സിനിമയെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികൾക്കെതിരെ പൊരുതുന്ന നിർഭയരായ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയതാണ് ദ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം. At the 29th International Film Festival of Kerala, the winner, Ms. Payal Kapadia, is a renowned French-Armenian actor, director and producer celebrated for his diverse contributions to film and theatre. His short film Barking Island won the prestigious Palme d'Or for Best Short Film at the 2010 Cannes Film Festival. Abdulkian directed the biographical drama The Barajnov Scandal, in which he also portrayed the iconic filmmaker Sergei Barajnov. Fasil Muhammad for feminist Fatima Michel kindly come on to the stage and receive the award from Honorable Chief Minister of Kerala, Shri Pinarayi Vijayan. And the award goes to Indu Lakshmi for Appuram. I request the Honorable Chief Minister of Kerala to give away the awards. I request
Indu Lakshmi to come on to the stage and receive the FFSI K.R. Mohan Award for Best Debut Director from India. Kiss Wagon by Mithun Murali. I request Mithun to come on to the stage and receive the award from Honorable Chief Minister of Kerala. Best Malayalam film, Network Award for the Best Malayalam film goes to Feminist Fatima by Fasil Kumar. I request the team to come on to the stage and receive the award from Honorable Chief Minister of Kerala. ഇരുപത്തൊൻപതാമത് അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ 2 മലയാള സിനിമകളാണ് മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് നമ്മോടൊപ്പമുള്ളത്. ആദ്യ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷത്തിനപ്പുറം നമ്മൾ സിനിമ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തല്ലോ. ആ സമയത്തിൻ്റെ റിസൾട്ടായിട്ടാണ് കാണുന്നത്. ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. അത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ വന്നെന്നുള്ളത് എന്നെ ഡബിളാക്കുകയാണ്. തിരക്കഥ, സംവിധാനം, എഡിറ്റിംഗ് എല്ലാ മേഖലയും ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്? അല്ല, എനിക്ക് എളുപ്പമുള്ള പരിപാടിയായിരുന്നു. ഞാൻ തന്നെ ഒരു സാധനം എഴുതുക, അത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പിന്നെ വേറൊരു ഇത് വെക്കേണ്ട ആവശ്യമില്ല. അത് എനിക്ക് എളുപ്പമുള്ള പണിയാണത്. ഞാൻ എഡിറ്ററായിട്ട് കുറേ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയുടെ പ്രമേയം ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് എത്താൻ? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അനുഭവിച്ചെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ചിലപ്പം കുറേ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഈ ഒരു ചട്ടക്കൂടിലിങ്ങനെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്യാത്തത് എന്താണെന്നുള്ളത്. അപ്പോൾ അത്തരം ചിന്തകളിൽ നിന്നാണ് ഫാത്തിമ ഉണ്ടായത്. പിന്നെ എൻ്റെ താത്താൻ്റെ എൻ്റെ താത്താൻ്റെ വീട്ടിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ആണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. അതിൽ നിന്ന് ആണ് ക്യാമറ പേഴ്സൺ അപർണയോടൊപ്പം അഞ്ജിത. And Fibrasi Award for a Best Film in International Competition. And the award goes to Fasil Muhammad for Feminist Fatima. I request the team to come up and receive the award from Honorable Chief Minister of Kerala.
and the most important awards, the official category, International Competition Awards. Now, special jury mention for technical excellence. East of Noon by Hala El-Kausi for the perfect harmony of the East of Noon by Hala El-Kausi for the perfect harmony of the additional crafts of art, design, sound design and cinematography. And the jury prize in International Competition Awards yet again goes to Fasil Muhammad for the screenplay of Fasil Muhammad of Feminist Fatima. Feminist Fatima. Now, Rajata Chagoram for the Best Debut Director. For the director duo, Cristobal Leon and Joaquin Cosina for Hyperboreans. The Best Debut Director Award, a cash prize of rupees 3 lakhs to the Best Director goes to Cristobal Leon and Joaquin Cosina for Hyperborean. Rajata Chagoram for the Best Director. Farshad Hashemi for Me, Mariam, the Children and 26 others. I request the representative to come on to the stage and receive the award. മേളയിൽ സുവർണ ചകോരം നേടി ബ്രസീലിയൻ ചിത്രം മലു. പ്രൗഢഗംഭീരമായ സമാപന ചടങ്ങിൽ 25 ലക്ഷം രൂപയുടെ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് സംവിധായകൻ പെഡ്രോ ഫ്രയർ ഏറ്റുവാങ്ങി. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ വിവിധ വിഭാഗങ്ങളിലായി 5 പുരസ്കാരങ്ങൾ നേടി മേളയുടെ പ്രിയ ചിത്രമായി. IFFKയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൻ്റെ സംവിധായക പായൽ കപ്പാടിയയ്ക്ക് സമ്മാനിച്ചു. മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടിനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ രാഹുൽ ജി നാഥ് ഏറ്റുവാങ്ങി. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ഇറാനിയൻ സിനിമ മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സിൻ്റെ സംവിധായകൻ ഹർഷാദ് ഹാഷിക്കാണ്. 4 ലക്ഷം രൂപയുടേതാണ് പുരസ്കാരം. മേളയിലെ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ചിലിയൻ ചിത്രം ദ ഹൈപ്പർബോറിയൻസ് സംവിധാനം ചെയ്ത ക്രിസ്റ്റോബൽ ലിയോണിനും ജോക്വിൻ കോസിനുമാണ്. സിനിമയുടെ കലാസംവിധായിക നഥാലിയ ഗേസ് മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി.
3 ലക്ഷം രൂപയുടേതാണ് പുരസ്കാരം. ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിച്ചി ഫാത്തിമയാണ് പ്രേക്ഷകർ തിരഞ്ഞെടുത്ത സിനിമ. ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധാന പ്രതിഭയ്ക്കുള്ള 1 ലക്ഷം രൂപയുടെ KR മോഹനൻ എൻഡോൺമെൻറ്റ് അവാർഡ് മലയാള ചിത്രമായ അപ്പുറത്തിൻ്റെ സംവിധായക ഇന്ദു ലക്ഷ്മിക്കാണ്. മികച്ച ഇന്ത്യൻ മത്സര ചിത്രത്തിനുള്ള ഫിപ്രസി അവാർഡ്, മികച്ച നവാഗത മലയാളി സംവിധായകനുള്ള നെറ്റ്പാക്ക് അവാർഡ്, മികച്ച തിരക്കഥയ്ക്കുള്ള ജൂറി അവാർഡ്, KR മോഹനൻ അവാർഡ്, പ്രത്യേക പരാമർശം എന്നിങ്ങനെ 5 അവാർഡുകളാണ് ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിച്ചി ഫാത്തിമ. സാങ്കേതിക ഗിമ്മിക്കുകൾ ഇല്ലാതെ തന്നെ ഉള്ളടക്കത്തിലെ വൈവിധ്യം ശ്രദ്ധേയമായി. മുഴുവൻ തിയേറ്ററുകളും ഹൗസ്ഫുൾ ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എല്ലാവരും ഒരേപോലെ വരുന്നു, ആസ്വാദകർ ധാരാളമായി വരുന്നു, സിനിമാ പ്രവർത്തകർ വരുന്നു, സാങ്കേതിക പ്രവർത്തകർ വരുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു. അതൊരു വലിയ കാര്യമാണ്. ഇവിടെ കൂടുതലും സിനിമ തിയേറ്ററിനകത്ത് നടക്കുന്നതിനേക്കാൾ പുറത്ത് ഒരു പക്ഷേ ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടായി വരും. ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിലൂടെ പ്രോജക്റ്റുകൾ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ അവസരങ്ങളുടെ ഒരു വലിയ സാധ്യത കൂടി എക്സ്പ്ലോർ ചെയ്യുന്നത് കൂടിയാണ് ചലച്ചിത്ര മേള, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. അതിന് വരും വർഷങ്ങളിലും നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ അക്കാദമിക്ക് കഴിയും. ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചും ഇത് മുടക്കമില്ലാതെ തുടരുന്നു. ഏത് ക്രൈസിസ് വന്നാലും ഇപ്പൊ നമ്മൾ പ്രളയം കണ്ടു, പിന്നെ കോവിഡ് പോലെയുള്ള പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇത് പിന്നീട് തടസ്സമില്ലാതെ മുന്നോട്ട് പോകണം. ഇതിനോടൊപ്പം തന്നെ KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള പിന്നെ 2ാം എഡിഷൻ ഓഫ് KFO, കേരള ഫിലിം മാർക്കറ്റ്, വളരെ മികച്ച രീതിയിൽ ഇത്തവണ നടന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ബോക്സ് സ്ക്രീനിങ് സ്പേസ് ഇട്ടിട്ടുണ്ട്. അവിടെ ധാരാളം ആളുകൾ അവരുടെ ഈ ഫെസ്റ്റിവലിലൊന്നും ഉൾക്കൊള്ളുന്നതിനപ്പുറം സ്പേസ് കിട്ടാത്ത സിനിമകൾ, പിന്നെ ഒരുപക്ഷെ ഒരുപാട് ആളുകളെ കാണിക്കണമെന്ന് മോഹിച്ച ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു വെന്യൂ ഒരുക്കാനും കൂടി കഴിഞ്ഞാൽ എക്സലന്റ് ആയിട്ടുള്ളൊരു സ്ക്രീനിങ് സ്പേസ് ഇവിടെ. മീഡിയ അക്കാഡമിയിലെ മുഴുവൻ കുട്ടികളും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലായി മാധ്യമരംഗത്ത് നിറഞ്ഞു നിന്നിരുന്നു. അതെ, വിദ്യാർത്ഥികളെല്ലാം റേഡിയോയിലും ആങ്കറിംഗിലും റിപ്പോർട്ടിംഗിലും എല്ലാം പ്രവർത്തിച്ചിരുന്നു. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയിൽ നിന്നുമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്വദേശത്തും വിദേശത്തുമുള്ള ഡെലിഗേറ്റ്സിനെ പോലെ വ്യാപാരികൾക്കും പ്രിയപ്പെട്ടതാണ് IFF. നിരവധി ചലച്ചിത്ര പ്രേമികളും ചലച്ചിത്ര പ്രവർത്തകരും ചലച്ചിത്രമേളയിലെ എക്സിബിഷൻ ഹാളിലാണ് നമ്മൾ. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച സംവിധായകൻ സിബി മലയൻ സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. സാർ, ഈ തവണത്തെ IFFK എന്ത് തോന്നുന്നു? പ്രത്യേകത എന്ന് പറഞ്ഞാൽ IFFK തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ ആവണമല്ലോ. കാരണം ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ആദ്യത്തെ ദിവസമല്ലേ. നമ്മൾ സിനിമകൾ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം നല്ല സിനിമകളുണ്ടെന്നുള്ള ഒരു അറിവുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പാക്കേജ് ആയിരിക്കും. ഈ വർഷം മറ്റ് റെസ്പോൺസിബിലിറ്റികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സിനിമകൾ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇവിടെ ആദ്യ ദിവസം തന്നെ അതിൻ്റെ ഒരു വൈബ് വന്നു. ചെറുപ്പക്കാർ, സിനിമ ആസ്വാദകർ, സിനിമ വിദ്യാർത്ഥികളെല്ലാവരും എത്തിച്ചേരുകയാണ്. ഇതൊരു നമ്മളുടെ കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു ഫെസ്റ്റിവലാണ്. അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടട്ടെ. മലയാളത്തിൽ നിന്ന് പല ചിത്രങ്ങളുമുണ്ട് ഈ വർഷം. നമ്മുടെ ജഗദീഷിൻ്റെ അപ്പുറം, ഫെമിനിച്ചി ഫാത്തിമ, ഇതിലേതെങ്കിലും ചിത്രങ്ങൾ സാറ് കണ്ടോ? ഇല്ല, ഇതിൽ ഒരു സിനിമകളും കണ്ടിട്ടില്ല. പക്ഷേ അത് കാണും, ഈ ദിവസങ്ങളതെല്ലാം കാണും. മറ്റ് ഭാഷാ സിനിമകളിൽ ഏതെങ്കിലും? തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ സിനിമകൾ മുഴുവൻ കാണണം എന്നാണ്. വേൾഡ് സിനിമയിൽ ഒരുപാട് നല്ല സിനിമകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും കാണണം. എന്തായാലും ഈ 7 ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് ഒരു പരിധിയുണ്ട്. ഒരു 30-35 സിനിമകളിലേ കാണാൻ പറ്റുള്ളൂ. മാധ്യമജാലകത്തിലൂടെ ചലച്ചിത്രമേള ഞങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുകയാണ്. 2025 IFFK ഞങ്ങളേലും മികച്ച രീതിയിൽ പുതിയ കുട്ടികൾ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കട്ടെ. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.